പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുറച്ച് നാളുകൾക്ക് മുൻപുള്ള ഒരു ഓർമ്മയാണ്. വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥനയെത്തിക്കുന്ന സമയങ്ങളിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നൊരു പാട്ടതായിരുന്നു. ആകാശത്തിന് കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശു നാമമല്ലാതെ, യേശു നാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശു നാമമല്ലാതെ, യേശു നാമമല്ലാതെ. അതിൻ്റെ വരികൾ മാത്രമല്ല, വരികൾ മുഴുവൻ വചനമാണ്. അതിൻ്റെ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഈണമൊക്കെ വല്ലാതെ ഇങ്ങനെ മനസ്സ് നിറയ്ക്കുന്നതാണ്. ആ ഒരു സന്തോഷത്തോടുകൂടെ ഈശോയുടെ തിരുഹൃദയ നടയിൽ നിന്ന് എഴുന്നേറ്റ് അന്നൊരു ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് കൂടാനൊക്കെ പറ്റുന്ന വിധത്തിലുള്ള, അതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഈ പാട്ട് പാടാൻ വലിയ താല്പര്യമായിരുന്നു. ഒന്നാമത്തെ വായനയിലാണ് നമ്മളത് വായിക്കണേ. കർത്താവ്, നീയും നിൻ്റെ കുടുംബവും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പൗലോസ്ലീഹ ആ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. വലിയൊരു സിനഗോഗ് അധികാരിയാണ് അദ്ദേഹം. കാരാഗ്രഹത്തിൻ്റെ കാവൽക്കാരനായിട്ടുള്ള മനുഷ്യൻ. സിനഗോഗ് അധികാരിയല്ല, കാരാഗ്രഹത്തിൻ്റെ കാവൽക്കാരനായിട്ടുള്ള മനുഷ്യൻ. അവര് പൗലോസിനെയും സീലാസിനെയൊക്കെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. അവിടെ പെട്ടെന്ന് ഒരു അർദ്ധരാത്രിയാവുമ്പോൾ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അത് തടവുകാർ കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുകയായിരുന്നു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചവൻ വാളൂരി ആത്മഹത്യക്ക് ഒരുങ്ങി. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അതായത് തടവിൽ പിടിച്ചുകൊണ്ടുപോയിട്ടിരിക്കുന്ന മനുഷ്യർ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സർവ്വ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടവര്, പീഡനങ്ങൾക്ക് വിധേയരായ മനുഷ്യര്, ഇല്ലാത്ത ആരോപണങ്ങളുടെ ഭാരമുള്ളിൽ പേറി കിടക്കുന്നവര്, ഇനി പുറത്തിറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരുറപ്പുമില്ലാതെ ജീവിതം അവസാനിച്ചേക്കാവുമെന്നുള്ള വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ അകപ്പെട്ടവര് രാത്രിയായപ്പോൾ അവര് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാര്യമാണ്. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഒന്നാമത്തെ ചിന്ത അങ്ങോട്ടാ പോണേ. എന്തൊരു പ്രയാസങ്ങളുടെ നടുവിലും നിങ്ങൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ഇങ്ങനെ അവിടുത്തെ ആരാധിക്കുന്ന കരങ്ങളുമായി നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന് കിട്ടുന്ന ബലം ചെറുതല്ല. അവരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് നിറയണതും സ്വർഗീയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതൊക്കെ നമ്മൾ പലതവണ കണ്ടുകൊണ്ടിരിക്കുക. നവീനപ്പള്ളികളിലൊക്കെ നമ്മൾ പോകുന്ന നേരത്ത് ഈ നിലവിളിയോടുകൂടെ വരുന്ന മനുഷ്യർ ആരാധനയുടെ സമയങ്ങളിൽ അതെല്ലാം മറന്നുകൊണ്ട് ഈ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നൊരു രംഗങ്ങൾ നമ്മൾ കാണും, എപ്പോഴും കാണും. വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്ന മനുഷ്യരാ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആരാധനയുടെ പാട്ടുകൾ പാടുമ്പോൾ ഇവർ കരങ്ങൾ ഉയർത്തി എല്ലാവരേക്കാളും ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന ഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇതിനും മീതെയാണ് എൻ്റെ ദൈവം എന്ന് ഉറപ്പ് കിട്ടിയ മനുഷ്യർക്ക് ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവനായ സർവശക്തനായ കർത്താവിങ്കിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുത്തവർക്ക് പിന്നെ പ്രയാസങ്ങളെ നോക്കി തളർന്നിരിക്കാനല്ലല്ലോ സമയം, സർവശക്തനായവനെ നോക്കി ആരാധിക്കാനല്ലേ. അതാണ് പൗലോസും സീലാസും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരിലാണോ വിശ്വസിക്കുന്നത് അവനെ വിളിച്ചു പറയുന്ന രണ്ടുപേരുടെയും ധൈര്യം നമ്മൾ കാണും. ഇതെല്ലാം നടക്കുമ്പോൾ ആരാധനയുടെ സമയങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി ഈ ഒന്നാമത്തെ വായനയുടെ ആദ്യ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹം മുഴുവൻ കുലുങ്ങി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ പോലും ചങ്ങലകൾ അഴിഞ്ഞു വീടും എന്ന് പറയണേ. ഇവർ കീർത്തനങ്ങൾ പാടുന്നു, ബാക്കിയുള്ള തടവുകാരെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഭൂകമ്പം ഉണ്ടാകുന്നു, കാരാഗ്രഹവാതിലുകൾ തുറന്നു പോകുന്നു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. എല്ലാവരും രക്ഷപ്പെട്ടെന്ന് കരുതി ഈ കാവൽക്കാരൻ അയാള് ആത്മഹത്യക്കൊരുങ്ങുന്നു.
അപ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, വെറുതെ സാഹസം കാണിക്കരുത്. ആ സമയത്താണ് അയാൾ ചോദിക്കുന്നത്, ഇത്ര വലിയ അത്ഭുതം കണ്ടൊരു മനുഷ്യന് ഇനിയും അവരെ തടങ്കലിൽ പിടിച്ചിടാനല്ല താല്പര്യം, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്ര സന്തോഷം കിട്ടുന്നതെന്ന് അയാൾക്കറിയണം. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്ര കരുത്തോടുകൂടെ കർത്താവിന് കീർത്തനം പാടാൻ പറ്റുന്നതെന്ന് അവർക്കറിയണം. ഇത്ര ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ എങ്ങനെയാണ് ഈ കാരാഗ്രഹത്തിനുള്ളിൽ കഴിച്ചുകൂട്ടാൻ പറ്റുന്നതെന്ന് അയാൾക്കറിയണം. പൗലോസ്ലീഹയ്ക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശു നാമമല്ലാതെ, യേശു നാമമല്ലാതെ. ആ രാത്രി തന്നെ അവനും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവരെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നാണ് പറയണേ. അവരുടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് അവസാനത്തെ വചനം. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും അവൻ്റെ കുടുംബവും അത്യന്തം ആനന്ദിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒന്ന് വിശ്വസിക്കുക. നമ്മളിപ്പോൾ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വീടുകളാണ്. എന്നിട്ടും പലപ്പോഴും നമ്മൾ ഇങ്ങനെ തളർന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു തിരുഹൃദയനാഥൻ്റെ സാന്നിധ്യമുള്ളൊരു ഇടത്ത് നമ്മളിങ്ങനെ നിരാശയുടെ സംസാരങ്ങൾ, അതിനോട് ചേർന്നുള്ള കലഹങ്ങൾ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട്, അസ്വസ്ഥതകളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളായിപ്പോൾ. അവിടെ ഒരു തിരുഹൃദയ നടയുണ്ടെന്നേ. അവിടെ നമ്മളെ കാത്തു പരിപാലിച്ചുകൊണ്ട്, നമ്മുടെയൊക്കെ ഉള്ളു നോക്കിക്കൊണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹം വിതറിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ മറന്നു പോയേക്കണം, എന്നിട്ടാണ് നമ്മൾ സങ്കടപ്പെടുന്നത്. അവിടെ ഈ വചനം അത്രയ്ക്ക് ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുന്നതിൻ്റെ കാരണം അതാണ്. നീയും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഉറപ്പുള്ള കാര്യമാണ്. സഖ്യയൂസിൻ്റെ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റും, പണം ഉണ്ടായിരുന്നു അയാൾക്ക്, ഒന്നിനും കുറവുണ്ടായില്ലെന്ന് തന്നെയാണ് വിചാരം. കാരണം അത്രയ്ക്ക് ചുങ്കമെന്ന പേരിൽ പൈസ പിരിച്ചിരുന്നൊരു മനുഷ്യൻ്റെ വീട്ടിൽ ഒന്നിനും കുറവുണ്ടായി കാണില്ല. ഒന്നിനും, സമാധാനത്തിനൊഴികെ, കർത്താവ് ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു വീട്ടിലേക്ക് കർത്താവ് കയറി ചെല്ലുമ്പോൾ എന്താണോ ആവശ്യമുണ്ടായിരുന്നത് അതവിടെയുണ്ട്, ബാക്കിയെല്ലാം നഷ്ടമാവുന്നുണ്ട്. അതായത് വീട് ക്ലീനാവാണ്. ഒരു ഒന്ന് വാഷ്ഡപ്പ് എന്നൊക്കെ പറയണ പോലെ മൊത്തം ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകുകയാണ്. എന്നിട്ട് അവിടെ ബാക്കിയാവുന്നത് ഈശോയും ഈശോ നൽകുന്ന രക്ഷയുമാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും വലിയ അനുഭവമാണത്. സൗഖ്യത്തേക്കാൾ, സമ്പത്തിനേക്കാൾ, മറ്റ് അനുഗ്രഹങ്ങളേക്കാൾ സ്വർഗത്തിൻ്റെ രക്ഷ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വന്നു കഴിഞ്ഞു. എന്തൊരു സമാധാനം നിറഞ്ഞ വീടുകളിലേക്കാണ് ചില സമയങ്ങളിൽ നമ്മൾ കയറി ചെല്ലുന്നതെന്നറിയാമോ? കൃത്യസമയത്ത് അവിടെ കർത്താവിന് വേണ്ടിയിട്ടുള്ള കർത്താവിനോടുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. വല്ലാതെ നമ്മളെ കൊതിപ്പിക്കുന്ന വിധത്തിൽ അവർ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പ്രാർത്ഥനയോടുകൂടി അവരൊരുമിച്ചിരുന്ന് ആരംഭിക്കുന്നുണ്ട്. ഈശോ അവിടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലെ ചില ഭവനങ്ങൾ. കർത്താവെ, അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന്, അങ്ങ് വന്ന് വാസമുറപ്പിക്കണമേ എന്ന് ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മറ്റൊരു പോംവഴികളും തേടിപ്പോകേണ്ട കാര്യമില്ല. ഈ കുടുംബത്തിൻ്റെ രക്ഷ അവനാണ്, ഈ കുടുംബത്തിൻ്റെ അടിസ്ഥാനം അവനാണ്. പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ പണ്ടേ വലിച്ചിളക്കി കളഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ഉമ്മറപ്പടിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ, കർത്താവാണ് ഈ വീടിൻ്റെ മൂലക്കല്ല് എന്നൊക്കെ എഴുതി വെച്ചിരുന്ന ആ വചനങ്ങൾ, ആ സ്റ്റിക്കറുകളൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഈശോയ്ക്ക് നിരക്കാത്ത പലതും, പല താല്പര്യങ്ങളും, പല ചിന്തകളും, പല കാര്യങ്ങളും, പല മനുഷ്യരും, പല ബന്ധങ്ങളുമൊക്കെ നമ്മുടെ ആ ഉമ്മറവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചതിൻ്റെ പേരിലാണ് ബാക്കി എല്ലാം കൊണ്ടും നമ്മുടെ കുടുംബങ്ങൾ നിറയുമ്പോൾ ഈ സമാധാനം നഷ്ടപ്പെട്ട, രക്ഷയില്ലാത്ത, ഇങ്ങനെ ഒരു ജീവനില്ലാത്ത ഒരു കുടുംബങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരണേ. തമ്പുരാനെ,
നിനക്ക് പ്രവേശിക്കാനായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്നു. നിന്നിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച്, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച്, അങ്ങേക്ക് നിരക്കാത്തതൊന്നും തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാത്ത വിധത്തിൽ അങ്ങ് ഞങ്ങളെ പരിപാലിക്കാൻ മനസ്സാകണേ എന്ന് പ്രാർത്ഥിച്ച്, നീ മാത്രമാണ് രക്ഷ, നിന്നിൽ മാത്രമാണ് രക്ഷ എന്നേറ്റു പറഞ്ഞുകൊണ്ട് ഈശോയുടെ അനുഗ്രഹങ്ങൾ കാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാധാനത്തിന് കുറവുണ്ടോ? സന്തോഷത്തിന് കുറവുണ്ടോ? വലിയ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നുണ്ടോ? കുടുംബത്തെ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. ഈ അസ്വസ്ഥതകളൊക്കെ മാറിപ്പോകുന്നേ മുഴുവനായിട്ട് വിശ്വസിക്കുക. മുഴുവനായി കുടുംബത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. കർത്താവെ, ഞങ്ങളെ അങ്ങ് തന്നെ പ്രവർത്തിക്കണമേ എന്ന്, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ വാസമുറപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യ കാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ